ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം നേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം നേടിയുകില്ല ഞാൻ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ എതിരേകുകിൽ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ എതിരേകുകിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ദൈവത്തിന് സ്തോത്രം. ആശ്വാസകരമായ കാര്യം, ഈ പ്രിയ ഇരിക്കുന്നത് മുള്ളിടയിലെ താമര പോലെ ഇരിക്കുന്നത് പ്രിയൻ കാണുന്നു എന്നുള്ളതാണ്. കർത്താവ് എല്ലാം കാണുന്നു. പ്രലോഭനങ്ങളായിട്ട് ഈ യെരൂശലേം പുത്രിമാർ ചുറ്റും ഇരിക്കുന്നതും പാടുന്നതും എല്ലാം കർത്താവ് കാണുന്നു. നമ്മുടെ ജീവിതത്തിലിരുന്ന ഞെരുക്കങ്ങൾ കർത്താവ് കാണുന്നു. വീർപ്പുമുട്ടിക്കൊണ്ട് നാം ഇരിക്കുന്നത് കർത്താവ് കാണുന്നു. നൊന്ത് വിങ്കിയിരിക്കുന്നത് കർത്താവ് കാണുന്നു. നമ്മുടെ ഭാരങ്ങൾ, പ്രാരബ്ധങ്ങളെല്ലാം കർത്താവ് കാണുന്നു. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ആകുലങ്ങൾ, നമ്മുടെ ആവലാതികൾ എല്ലാം കർത്താവ് കാണുന്നു. എല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണാൻ എൻ്റെ യേശു ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക, യേശു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തൊരാശ്വാസം, എന്തൊരാശ്വാസം. എനിക്കൊരു നാഥനുണ്ട്. അതാണ് സമർപ്പിച്ച ദൈവത്തിൻ്റെ ധൈര്യം. അതാണ്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്ക് ഉടയവനുണ്ട്. ഞാൻ ഏകാഗിയല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ ഏകാഗിയെന്ന് എനിക്ക് തോന്നുമ്പോൾ അവൻ്റെ സൈന്യം, സ്വർഗീയ സേനകൾ ചുറ്റും വന്ന് നിൽക്കുന്നത് ഞാൻ അനുഭവിക്കും. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നതാണ് വേദപുസ്തകം പറയുന്നത്. 34 സങ്കീർത്തനം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. എപ്പോഴും നമ്മളെ കാക്കാൻ ക്രിസ്തു തൻ്റെ ദൂതന്മാരാക്കിയിരിക്കുന്നു, മാലാഖമാരാക്കിയിരിക്കുന്നു. സാധു സുന്ദരസിംഗ് ദിവ്യ ദർശനങ്ങളിൽ സ്വർഗീയമായ രഹസ്യങ്ങൾ പലതും കണ്ടു. ഭാരതം കണ്ടിട്ടുള്ളതിലേക്കും ഒരു വലിയ അനുഗ്രഹീതനായ ഒരു താമസവര്യനായിരുന്നു സാധു സുന്ദരസിംഗ്. സിഖ് ബ്രാഹ്മണ യുവാവ്. പക്ഷേ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടതുകൊണ്ട് ക്രിസ്തു മതം സ്വീകരിച്ചു, ഒരു വിശ്വാസിയായി. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ചും സുവിശേഷകരുടെ ജീവിതം കണ്ട് ഞാൻ മണ്ണം മടുത്ത് ഞാൻ ഹിന്ദുമതത്തിലേക്ക് പോകുമായിരുന്നുവെന്ന്. കാരണം വിശ്വാസികളായി, മിഷണറിമാരായി വേലയ്ക്കിറങ്ങുന്നവരുടെയും ജീവിതം കണ്ടിട്ട് എനിക്ക് ഇതിനേക്കാൾ ഭേദം ഞാൻ പണ്ട് ജീവിച്ച ജീവിതമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയി എന്ന്. ലജ്ജാകരമാണത്. കാരണം നമ്മൾ വിശ്വാസികളിൽ ലജ്ജിക്കണം. പ്രിയപ്പെട്ടവരെ, സുന്ദരസിംഗ് ദിവ്യദർശനങ്ങൾ കണ്ടു. ദിവ്യദർശനങ്ങൾ കണ്ടു. മാലാഖമാർ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ദൈവം ഓരോ മാലാഖമാരെ ഓരോ കാര്യങ്ങൾ ചട്ടം കെട്ടിവിടുന്നത്. ഒരാൾ പാപം ചെയ്യാനായിട്ട് പ്രേരണ വന്ന് അയാളുടെ മുറിക്കകത്ത് പാപം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും
ദൈവത്തിൻ്റെ മാലാഖമാർ അതിവേഗം പാഞ്ഞ് ചെന്ന് അയാളെ പാപം ചെയ്യുന്ന അയാൾ മാറ്റിയെടുക്കാൻ നോക്കുന്നു. ആ പ്രലോഭനത്തിൽ നിന്ന്, ആ പ്രേരണയിൽ നിന്ന് മാറ്റിയെടുക്കാൻ നോക്കുന്നു. അയാൾ പിന്നെയും ആ മാലാഖമാർ ഒന്നും ഞാൻ അറിയുന്നില്ല, പക്ഷേ വേണ്ട എന്ന് ചിന്തിച്ചു. അത് മാലാഖമാർ കൊടുത്ത ചിന്തയാണ്. അപ്പോൾ പിന്നെയും ധൈര്യപ്പെട്ട് പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ മാലാഖമാർ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് മാലാഖമാർ കരയുന്നു. സുദർശനി കാഴ്ചകൾ കണ്ടു. സ്വർഗീയമായ കാഴ്ചകളാണ്. സ്വർഗത്തിലുള്ള വിശുദ്ധന്മാർ ചില ഭൂമിയിലുള്ള ദൈവമക്കളെ സഹായിക്കാൻ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നു. ദൈവം വിശുദ്ധന്മാർ പറഞ്ഞു വിടുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുതുമ തോന്നും. നിങ്ങൾ വിശ്വസിക്കൂ, നാം ഒറ്റയ്ക്കല്ല. അതൊരാശ്വാസമല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് കൂട്ടുകാരുണ്ട്, എനിക്ക് സഹായികളുണ്ട്, എന്നെ താങ്ങാൻ ആളുണ്ട്, എൻ്റെ യേശുണ്ട്, യേശുവിൻ്റെ മാലാഖമാരുണ്ട്, യേശുവിൻ്റെ വിശുദ്ധന്മാരുണ്ട്. എന്തൊരു ഭാഗ്യകരമായ കാര്യമാണത്. ഞാൻ ഏകാഗിയല്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാനിതൊന്നും അത്രയ്ക്ക് മനസ്സിലാക്കിയിരുന്നില്ല. അന്ന് ജീവിതം കർത്താവിന് കൊടുത്തപ്പോൾ ഇത്ര ഭാഗ്യമേറിയ ജീവിതമാണെന്ന് അത്രയ്ക്ക് മനസ്സിലായില്ല. ഒരു ത്രിൽ കിട്ടി, ഒരു സന്തോഷം കിട്ടി, ഒരു സമാധാനം കിട്ടി. ഞാൻ ഏകാഗിയല്ലെന്ന് ബോധ്യമായി. അപ്പനില്ലാതെ ഞാൻ അപ്പനുള്ള മോനാണെന്ന് ബോധ്യമായി. സ്വർഗത്തിലെ അപ്പൻ എനിക്ക് അപ്പനായിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇത് എനിക്ക് ഇത്രയേറെ അനുഗ്രഹ സമ്പത്താണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത്രയേറെ വലിയ അനുഗ്രഹത്തിൻ്റെ വിളനിലമാണ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതെന്ന് ഞാൻ അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇത്രയും മനസ്സിലാക്കിയില്ല. അപ്പോഴും കർത്താവ് ക്ഷമയോടെ എൻ്റെ പിന്നാലെ നിന്നു. ഞാൻ പലതും മനസ്സിലാക്കാതിരുന്നപ്പോഴും കർത്താവിനെ തള്ളി മാറ്റാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. സ്തോത്രം. ഭാഗ്യമായി പോയി. ഇന്ന് കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ണീര് തുടയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വേദന വിഷയങ്ങൾ മാറ്റിത്തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾ മാറ്റിത്തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മോനെ, നിൻ്റെ പാപത്തിൻ്റെ പാണ്ടക്കെട്ടുകളെല്ലാം തകർത്ത് കളയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം കത്തിച്ച് കളയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മോളെ, നിൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ കെട്ടുകൾ, പാപത്തിൻ്റെ ഭാണ്ഡങ്ങൾ, പാപത്തിൻ്റെ ചുമടുകൾ മാത്രമല്ല, നിൻ്റെ പാപത്തിൻ്റെ ചുമടുകൾ മാത്രമല്ല, നിൻ്റെ ഭാരങ്ങളുടെ ചുമടുകൾ എല്ലാം കത്തിച്ച് കളയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വേണമോ? നിനക്ക് കൊടുക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം. എറിഞ്ഞു കൊടുത്തേക്ക്. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം. എല്ലാം എറിഞ്ഞു കൊടുക്കുക. സ്തോത്രം. എല്ലാം സ്വീകരിക്കും. എല്ലാം സ്വീകരിക്കും. നിൻ്റെ ജീവിതത്തിൽ വന്നു പോയ ഒഴിവൊഴുപ്പുകൾ, ജീവിതത്തിൽ വന്നുപോയ നിനക്ക് വന്നുപോയ പാപത്തിൻ്റെ അബദ്ധങ്ങൾ, ചെയ്ത ദോഷങ്ങൾ, നിനക്ക് ഇപ്പോൾ പശ്ചാത്താപം തോന്നുന്ന കാര്യങ്ങൾ എല്ലാം കൊടുക്കൂ അങ്ങോട്ട്. എല്ലാം സ്വീകരിപ്പാൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം കൈക്കൊള്ളാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. എല്ലാ ഭാരങ്ങളും കൊടുക്കൂ. നിങ്ങൾ മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ഭർത്താവിനെക്കുറിച്ചുള്ള ഭാരങ്ങൾ, കടത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ, കുടുംബത്തിലെ കഷ്ടതകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ. എൻ്റെ ദൈവമേ, എനിക്കെന്നാ ഒരു സ്വസ്ഥത കിട്ടുക? അവനെ, നീ സ്വസ്ഥത കിട്ടും. അകത്ത് സ്വസ്ഥത ഇപ്പോൾ കിട്ടും. നിത്യയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിത്യസ്വസ്ഥതയും കിട്ടും. സ്തോത്രം. ഇതെല്ലാം ഉള്ളപ്പോൾ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രാതികൂല്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അകത്തൊരു അത്ഭുതകരമായ സ്വസ്ഥത നമുക്ക് ലഭിക്കും. അത്ഭുതകരമായ ശാന്തി നമുക്ക് ലഭിക്കും. കർത്താവ് തരും അത്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമറിഞ്ഞവരെ ഒടുവിക്കുന്നു. ചുറ്റും പാളയമറിഞ്ഞ് ഒടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ എലീശ പ്രവാചകനെക്കുറിച്ച് അന്നത്തെ സിറിയയിലെ രാജാവ്, അരാം രാജാവ്, അരാം എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചാണ്. ഏത് അരാം എന്ന് പറയുന്നതല്ല, സിറിയയാണ്. സ്ത്രീയിൽ രാജാവ് ഈ എലീശ പ്രവാചകൻ്റെ കാര്യം കേട്ടു. ശമരിയ യഹൂദിയുടെ അടുത്ത സ്ഥലമാണ്. ഈ ശമരിയിൽ പ്രവാചകനിരിക്കും. പ്രവാചക ദർശനങ്ങളുണ്ട്, പ്രവചനമുണ്ട്. ഈ രാജാവ്, അരാൻ രാജാവ് സൈന്യങ്ങളയക്കും ഈ യഹൂദിയെ ആ ദേശത്തെ മുഴുവൻ നശിപ്പിക്കാൻ. പട്ടാളത്തെ അയക്കും. അപ്പോഴെല്ലാം ആ പട്ടാളം വരുന്ന വഴിക്ക് ശമരിയ രാജാവിൻ്റെ സൈന്യം അവരെ എതിർക്കും. അവർ ഓടിപ്പോകേണ്ടി വരും. അപ്പോൾ അവർ നമ്മൾ പോകുന്ന വഴി എങ്ങനെ അറിയും? അവരെങ്ങനെ അറിയുന്നേ? നമ്മളിവിടെ അതിൽ കൂടി കടന്ന് ചെല്ലുന്ന കാര്യം അവരെങ്ങനെ അറിയും? ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അവിടെ ഒരു പ്രവാചകനുണ്ട്, ദിവ്യദർശനങ്ങളുടെ പ്രവാചന, എലീശ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു കൊടുക്കും, ഇതിനെ വഴിക്ക് ശത്രു വരുന്നു, ഇന്ന വഴിക്ക് ശത്രു വരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്ന് ഒടുക്കിയാൽ കാര്യം ചെയ്യാവൂ. അദ്ദേഹത്തെ തീർത്താൽ മതി. അയാളുടെ കാര്യം തീർത്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ആ പ്രാവശ്യം സൈന്യം വന്ന് എലീശ പ്രവാചകൻ്റെ ആ വീടിൻ്റെ ചുറ്റും അങ്ങ് വളഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പ്രവാചകൻ നോക്കിയപ്പോൾ
അയ്യോ, മുഴുവൻ സൈന്യം, കുറച്ചും കാണോ, വലിയൊരു കൂട്ടം സൈന്യം വന്ന്. അയ്യോ, അവൻ പേടിച്ചു പോയി. അയ്യോ യജമാനി, നാം എന്ത് ചെയ്യും? അയ്യോ, വലിയ സൈന്യം നമ്മളെ നശിപ്പിക്കും, ആരാം സൈന്യം നമ്മളെ നശിപ്പിക്കും. അയ്യോ, എന്ത് വേണ്ടു? പ്രവാചകന് കൂസലുമില്ല. പ്രവാചകന് പിന്നെയും നിലവിളിച്ച് പറഞ്ഞു, എടാ മോനെ, നിനക്കറിയാമോ, അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം നമ്മുടെ കൂടെയുണ്ട്. അവന് മനസ്സിലായില്ല. അവൻ ചുറ്റും നോക്കി, ഇവിടെ അവരാരോ, നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. മോനെ, അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം പേര് നമ്മുടെ കൂടെയുണ്ട്. അവന് മനസ്സിലായില്ല. പ്രവാചകൻ ഉടനെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണേ, ഈ ദൈവത്തിൻ്റെ കരുതൽ കാണാൻ എൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണേ. സ്തോത്രം. എന്തുണ്ടായിന്നറിയാമോ? അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ വലിയൊരു സൈന്യം, അഗ്നിസേനകൾ, തീയ് മുഴുവൻ തീയായ രഥങ്ങളും കുതിരകളും മുഴുവൻ തീയാണ് സൈന്യം. ആ സൈന്യത്തെ മറികടന്ന് ഇപ്പുറത്തേക്ക് വരാൻ അവർക്ക് സാധിക്കില്ലെന്ന് അവൻ മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലായത്, കണ്ണ് തുറന്ന് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ദൈവത്തിൻ്റെ കരുതൽ. ഈ പ്രവാചകന് ദൈവം കരുതൽ കൊടുക്കുന്നു എന്നുള്ള കാര്യം അവനപ്പോൾ മനസ്സിലായി. ഈ പ്രവാചകന് ദൈവം പ്രവാചകനെ രക്ഷിക്കാൻ ദൈവം സംരക്ഷണം കൊടുക്കുന്നവന് മനസ്സിലായി. എലീശ പ്രവാചകന് ശിഷ്യന് കാര്യം മനസ്സിലായി. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഓർത്തോളണം, എൻ്റെ കർത്താവ് തൻ്റെ മാലാഖമാരെ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നെ കാക്കാൻ കർത്താവിൻ്റെ മാലാഖമാരുണ്ട്. എൻ്റെ മേൽ ശത്രുവിൻ്റെ ആക്രമണം വരാതിരിക്കാൻ കർത്താവിൻ്റെ വലങ്കര എന്നെ തലോടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ തെറ്റൊന്നും വരാതെ എന്നെ കാക്കാൻ കർത്താവിൻ്റെ ഇടങ്കര എന്നെ പിടിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഭാവനയല്ല കേട്ടോ. നോ നോ നെവർ. ഭാവനയല്ല. ഈ പറയുന്നതൊക്കെ സമ്പൂർണ്ണ സത്യം. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാലാഖമാരുടെ സംരക്ഷണം ഞാൻ നേടുന്നവനാണ്. ആ ഭാഗ്യം ഞാൻ അനുഭവിക്കുന്നവനാണ്. ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ കരത്തിന് തലോടൽ ഞാൻ ഏറ്റവനാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ തലോടേറ്റിട്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് എൻ്റെ ആശ്വാസം. എനിക്ക് ഒരേ ഒരു ആശ്വാസം യേശു മാത്രം, ഒരേ ഒരു സ്വസ്ഥത യേശു മാത്രം. യേശു മാത്രം എൻ്റെ സ്വന്തം ബലം. യേശു ഇല്ലെങ്കിൽ ഞാൻ പൂജ്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വെറും പൂജ്യം. യേശു ഇല്ലെങ്കിൽ ഞാൻ വെറും കരിക്കട്ട. ഈ യേശു ആ തീയോട് ഞാൻ ചേർന്നിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയോട് ചേർന്നിരിക്കുമ്പോൾ ഈ കരിക്കട്ട തീ പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ യേശു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ബലശാലിയാണ്. ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനിന്ന് ഭയപ്പെടാതെ നിൽക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ഉണ്ടായെന്നുള്ള ഉറപ്പുമുണ്ട്. സ്തോത്രം. മുള്ളുകളേറ്റ് പിടയുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ആ പ്രിയൻ കിളിവാതിൽ കൂടി നോക്കി. അടുത്ത വാക്യം വായിച്ചേ. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയനിരിക്കുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. എൻ്റെ മീതെ എൻ്റെ പ്രിയന് കൊടി പിടിച്ചിട്ടുണ്ട്, സ്നേഹത്തിൻ്റെ കൊടി. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചല്ലോ, സ്നേഹത്തിൻ്റെ കൊടി പിടിച്ചിട്ടുണ്ട്. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. സ്നേഹത്തിൻ്റെ കൊടിയുടെ കീഴിലാണ് എന്നെ ഇരിക്കുന്നത്. ഒരു ദിവ്യ സ്നേഹം എന്നെ വലം ചെയ്ത് നിൽക്കുന്നു. പരിശുദ്ധ സ്നേഹം എൻ്റെ ചുറ്റും നിൽക്കുന്നു. പരിശുദ്ധമായൊരു സ്നേഹം, ക്രൂശിലെ സ്നേഹം, അത് ആ കൊടി എൻ്റെ മീതെ പിടിച്ചിരിക്കുന്നു. ആ ജയമുള്ള ശ്രീവായ എൻ്റെ മീതെ നിവൃത്തിയിരിക്കുന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ആ കൊടി, ആ സ്നേഹത്തിൻ്റെ കൊടി, അത് സമൂർത്തമായി നാം കാണുന്നത്, അത് കോൺക്രീറ്റായി നാം കാണുന്നത്, വസ്തുനിഷ്ഠമായി നാം കാണുന്നത് അത് ഗോകുൽത്തായിലാണ്. ഗോകുൽത്തായിലെ കുരിശ്, അതാണ് കൊടി. ദൈവത്തിന് സ്തോത്രം. ഈ പാവപ്പെട്ട വിശ്വാസിയെ ഈ കുരിശിലെ സ്നേഹം വശീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. മറ്റേതിനേക്കാളും വലുതായി അദമ്യമായ ശക്തിയുള്ള ഈ ക്രൂശിലെ സ്നേഹം നമ്മെ ചേർത്തണച്ച് പിടിക്കുകയാണ്. ക്രൂശിലെ സ്നേഹം, എല്ലാവരോടും ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാവരോടും പൊറുക്കുന്ന സ്നേഹം, ആരോടും ശത്രുതയില്ലാത്ത സ്നേഹം, ആരെക്കുറിച്ചും വിലക്കുറവില്ലാത്ത സ്നേഹം, എല്ലാവരെയും മാനിക്കുന്ന സ്നേഹം, എല്ലാവരെയും എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന സ്നേഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപിയുടെ ആശയും ആവേശവും അതാണ്, ഈ സ്നേഹമാണ്. ഈ സ്നേഹം, ക്രൂസിലെ സ്നേഹം. എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ആ കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൾ നോക്കുമ്പോഴുണ്ട് എൻ്റെ പ്രിയൻ അവിടെ കിളിവാതിൽ കൂടി നോക്കുന്നു. തുറന്ന് വായിക്കുമ്പോൾ കാണാം, എൻ്റെ പ്രിയൻ കിളിവാതിൽ കൂടി നോക്കുന്നു. പക്ഷേ അവൻ നോക്കുമ്പോൾ എൻ്റെ മീതെ ഒരു കൊടി പിടിച്ചിരിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നത്. അവൻ നോട്ടത്തിൽ കൂടി ഒരു കൊടി എൻ്റെ മേലെ വരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അരികത്തേക്ക് വരുന്ന ഭാഗ്യം
നിങ്ങളുടെ ജീവിതത്തിൽ അത് വേണം കേട്ടോ, തീർച്ചയായിട്ടും വേണം. യേശു സമീപത്ത് വരുന്ന സ്നേഹം, ആപത്തുകൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവർക്കും വരും, വിശ്വാസികൾക്കും വരും. രോഗങ്ങൾ വരും, വിശ്വാസികൾക്കും വരും. പിന്നെന്താ വ്യത്യാസം? വിശ്വാസികൾക്ക് ആപത്ത് വരുമ്പോൾ കൃപ കൂടെയുണ്ട്, വിശ്വാസികൾക്ക് രോഗം വരുമ്പോൾ കൃപ കൂടെയുണ്ട്, വിശ്വാസികൾക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ കൃപ കൂടെയുണ്ട്. കൃപ, ക്രിസ്തുവിൻ്റെ കൃപ. ആ കൃപയുടെ കാര്യം മാറരുത്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്നിൽ നിന്ന് നിൻ്റെ കൃപയുടെ കാര്യം മാറരുതേ, കൃപയുടെ കാര്യം മാറരുതേ. നിങ്ങൾ പ്രാർത്ഥിക്കണത്, യേശുവേ, എന്ത് സാഹചര്യത്തിലും നിൻ്റെ കൃപയുടെ കാര്യം എൻ്റെ തലയ്ക്ക് മീതെ പിടിച്ചിരിക്കുന്ന കൊടിയിൽ നിന്ന് മാറിപ്പോകല്ലേ, ആ കൃപയുടെ കാര്യത്തിൽ നിന്ന് മാറിപ്പോകരുതേ. സ്തോത്രം. അതാണ് നാം പാടിയല്ലോ, നാഥ ദൂരെ പോകരുതേ, ഇരുളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ മാനിച്ചില്ല, പിന്നെ ആരും മാനിക്കും? കർത്താവേ, ഞാൻ ക്ഷീണിച്ചത്തു പോകും കേട്ടോ. കന്യകയുടെ ഹൃദയം നിന്നുള്ള പ്രാർത്ഥനയാണത്. നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാടിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുതെളിഞ്ഞാനന്ദിച്ചേ. നാളുകളല്ല, മാസങ്ങളല്ല, ആണ്ടുകൾ പോലും ഞാൻ പാഴിരുളിൽ നഷ്ടപ്പെടുത്തി കർത്താവേ. അനേകം വർഷങ്ങൾ, നാളും മാസവും ആണ്ടും ഞാൻ പാഴിരുളിൽ പോക്കി. പക്ഷേ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഒരു ദിവസം നിൻ്റെ ജീവധ്വനി ഞാൻ കേട്ടു. ജീവധ്വനി, നിൻ്റെ ജീവശബ്ദം, ജീവസന്ദേശം ഞാൻ കേട്ടു. നിൻ ജീവധ്വനി കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തെളിഞ്ഞു. കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു, കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു, എൻ്റെ കണ്ണ് തെളിഞ്ഞു. ഇപ്പോൾ എനിക്ക് ആനന്ദമായി. നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാടിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുതെളിഞ്ഞാനന്ദിച്ചേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രിയ നോക്കുമ്പോൾ പ്രിയൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, കിളിവാതിൽ കൂടി നോക്കുന്നുണ്ട്. പ്രിയം പറയുകയാണ്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യാമരുടെ ഇടയിൽ പ്രിയിരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ. എന്തുമാത്രം മുള്ളുകൾ! ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ മുള്ളുകളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് കാണുന്നത്, നമുക്ക് അറിയാം, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈ വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട കഥ കർത്താവ് പറയുന്നുണ്ട്. വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചില വിത്തുകൾ വഴിയരികെ വീണു, ചില വിത്തുകൾ പാറപ്പുറത്ത് വീണു, ചില വിത്തുകൾ മുള്ളുകളുടെ ഇടയിൽ വീണു, ചില വിത്തുകൾ നല്ല നിലത്ത് വീണു. വിതച്ചുകൊണ്ട് പോവുക. നടന്ന് അങ്ങ് ഉറച്ചുപോയ ആ ഭൂമിയിൽ, നടപ്പാതയിൽ ഈ വിത്തിട്ടു. ആ വിത്ത് നടപ്പാതയിൽ ഇവിടുത്തെ പ്രയോജനപ്പെട്ടില്ല. ചിലത് പാറമേൽ വീണു. പാറയിൽ അല്പം മണ്ണൊക്കെ ഉണ്ട്, മുളച്ചു. പക്ഷേ ആ പാറയിലേക്ക് വേരോടാൻ നിർവാഹമില്ലല്ലോ, ഉണങ്ങിപ്പോയി. ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളിനിടയിൽ വീണ വിത്ത്, ദൈവത്തിന് സ്തോത്രം, അത് മുളച്ചു. പക്ഷേ അത് മുളച്ചിങ്ങൾ വളരുമ്പോൾ ഈ മുള്ളതിന് ഞെരുക്കി കളഞ്ഞു. മുള്ള് ഞെരുക്കി മുളച്ചു വരുന്ന ആ വിത്ത്, അത് ആ ചെടിയെ മുള്ള് ഞെരുക്കി കളഞ്ഞു. ശേഷം 13-ാം അധ്യായത്തിൽ വിതയ്ക്കുന്നതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത് വായിക്കാം. വിത്ത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയേറിയെ വീണു. വഴിയേറി വീണത് അതുകൊണ്ട് പുറകുകൾ കുത്തിക്കൊണ്ടുപോയി, പലതും കൊത്തിക്കൊണ്ടുപോയി. ചിലത് പാറസ്ഥലത്ത് വീണു, മണ്ണില്ല, കുറച്ചേ ഉള്ളൂ, ആഴമില്ല, അതുകൊണ്ട് ഉണങ്ങിപ്പോയി, പെട്ടെന്ന് ഉണങ്ങിപ്പോയി. ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ച് വലുതായി അതിനെ ഞെരുക്കിക്കളഞ്ഞു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി, വേരില്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അനേകരുടെ ജീവിതത്തിലും വചനമാകുന്ന വിത്ത് വീഴുന്നുണ്ട്, മുളയ്ക്കുന്നുമുണ്ട്, ഒരു സമർപ്പണമൊക്കെ എടുക്കുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്.
ദൈവത്തിൻ്റെ ജീവത്തായ വചനം കേൾക്കുമ്പോൾ സമർപ്പണം വരുന്നുണ്ട്, അത് പരിശുദ്ധാത്മാവ് തരുന്ന കൃപയാണ്. പക്ഷേ പിന്നെ മുള്ള് മുളച്ചങ്ങ് അതിനെ ഞെരുക്കുകയാണ്. പലതരത്തിലുള്ളതായ കാര്യങ്ങൾ, അതായത് ആവലാധികൾ, സങ്കടങ്ങൾ, അരുതാത്തതായ പല പല കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, സുഖഭോഗങ്ങൾ എന്നും കൂടെ പറയുന്നുണ്ട്. എൻ്റെ ഇംഗ്ലീഷ് ദിവസം വായിക്കുമ്പോഴാണ് പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ മുള്ളുപോലെ ഞെരുക്കുക. ഇമ്പങ്ങളിലേക്ക് പോകുന്നു, ഇമ്പകരമായ ജീവിതത്തിലേക്ക് പോകുന്നു, സുഖകരമായ ജീവിതത്തിലേക്ക് പോകുന്നു, ആനന്ദം വഴിഞ്ഞൊഴുന്ന ജീവിതത്തിലേക്ക് മാറുന്നു, ലോകസ്നേഹത്തിലേക്ക് പോകുന്നു. പലരും പ്രകടമായി പാപം ചെയ്തിട്ടല്ല ആത്മാവിൽ നിൽക്കാത്തത്, പ്രകടമായ പാപം ചെയ്തിട്ടല്ല ദൈവരാജ്യത്തിൽ പോകാത്തത്. നിങ്ങൾക്ക് പ്രകടമായ പാവങ്ങളൊന്നുമില്ല, മദ്യപാനമില്ല, വ്യഭിചാരമില്ല, കൊലപാതകമില്ല, മോഷണമില്ല, അതൊന്നുമില്ല. പക്ഷെ പിന്നെ എന്താ പറ്റിയേ? ലോകസ്നേഹമാണ് ഈ മുള്ള് ഞെരുക്കുന്നു. ലോകത്തിൽ എനിക്ക് മുമ്പനാകണം, എന്നെ എല്ലാവരും ആദരിക്കണം, എന്നെ എല്ലാവരും മാനിക്കണം, എന്നെ ആരും ചോദ്യം ചെയ്യരുത്, എൻ്റെ കുറ്റമാരും പറയരുത്, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കണം, എന്നെ എല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരിക്കണം, ഒരു ഞാൻ എന്നെ തന്നെ അങ്ങനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതം, ഇഗോ സ്വയത്തിൻ്റെ ജീവിതം, അത് ലോകത്തിൻ്റെ ജീവിതം. ലോകത്തിൽ പ്രധാനിയാകാൻ ആഗ്രഹിച്ചാൽ മോനെ നിനക്ക് ആത്മീയനാകാൻ പറ്റുകയില്ല. ലോകത്തിൽ നീ പ്രതാപവാനാകാൻ ആഗ്രഹിച്ചാൽ നിനക്ക് ആത്മീയനാകാൻ സാധിക്കുകയില്ല. ലോകത്തിൽ മുമ്പനാകാൻ ആഗ്രഹിച്ചാൽ നിനക്ക് ആത്മീയനാകാൻ സാധിക്കുകയില്ല. ലോകത്തെ ചപ്പൊന്നും ചവർന്ന് എണ്ണിക്കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പോയത്. നിങ്ങൾക്കറിയാമോ? അന്നത്തെ ഗ്രീക്ക് ഫിലോസഫി പഠിച്ച ആളാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ഗമാലിയേലിൻ്റെ അരുവ ശിഷ്യനായിരുന്നു. ഉന്നത കുലത്തിൽ പിറന്നവനായിരുന്നു. എന്നാൽ ആഠ്യത്വമുള്ള കുടുംബത്തിൽ പിറന്നവനായിരുന്നു. ആഭിജാത്യമുള്ള കുടുംബത്തിൽ പിറന്നവനായിരുന്നു. റോമൻ പൗരത്വം ജന്മനാ സിദ്ധിച്ചവനായിരുന്നു. നിസ്സാര കാര്യമല്ല. സന്നദ്ധി സംഘത്തിലെ അംഗമായിരുന്നു. സുപ്രീം സിനഡിൻ്റെ അംഗമായിരുന്നു. അങ്ങനെയുള്ള സെൻറ്റ് പോൾ പറയുന്നു, എനിക്ക് അഭിമാനിക്കാൻ പലതും ഉണ്ടായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, എനിക്ക് അഭിമാനിക്കാൻ പലതും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഗോത്രം ബെന്യാമീൻ ഗോത്രം, ഞാൻ എൻ്റെ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബം, ഞാൻ ഏറ്റവും നല്ല പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നവനാണ്. പലതും അഭിമാനിക്കാനുണ്ടായിരുന്നു. ലാഭമായിരുന്നൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണിയിരിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തു മൂലം ഞാനെല്ലാം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. യേശുക്രിസ്തു നാമത്തിലെല്ലാം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. ഏത് ലാഭമായിരുന്നൊക്കെയും. പ്രയാസമാണ് കേട്ടോ. ക്രിസ്തീയ ജീവിതം ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നും. അപ്പോൾ ലാഭമായിരുന്നൊക്കെ ഛേദമെന്നെണ്ണോ? കൊടുമഹിമ നോക്കരുത്, സ്തോത്രം. കുലമേന്മ നോക്കരുത്, ആഠ്യത്വവും അഭിജാത്യവും നോക്കരുത്, നിൻ്റെ വിദ്യാഭ്യാസമോ ഡിഗ്രികളോ പ്രതാപമോ ഒന്നും നോക്കരുത്. ഒന്നുമല്ല. യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തുവിൻ്റെ പേരിൽ എല്ലാം ഛേദമെന്ന് എണ്ണുക. എല്ലാ പദവികളും താഴെ വയ്ക്കുക. എല്ലാ പദവികളും, ദൈവത്തിന് സ്തോത്രം, എല്ലാ പദവികളും താഴെ വയ്ക്കുക. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈ ലോകയിമ്പം വേണ്ട, പ്രിയനെ നീ മതി. വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, ആമേൻ. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ധാരാളം പാട്ടുകൾ നമുക്കറിയാമല്ലോ. വേണ്ട, എനിക്ക് ലോകയിമ്പം വേണ്ട. ദൈവത്തിന് സ്തോത്രം. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. ദൈവത്തിന് സ്തോത്രം. നാഥന് മുൾമുടി നൽകിയ ലോകം, നീ എനിക്ക് തരുന്ന പേരെനിക്ക് വേണ്ട. ലോകം തരുന്ന ഇമ്പങ്ങൾ എനിക്ക് വേണ്ട. ലോകം തരുന്ന ബഹുമതികൾ എനിക്ക് വേണ്ട. ഈ ലോകമെമ്പം പ്രിയനെ നീ മതി. ദൈവത്തിന് സ്തോത്രം. വരാമോ നിങ്ങൾക്ക് ആ തീരുമാനത്തിലേക്ക്? പറ്റുമോ നിങ്ങൾക്ക്? ഈ എല്ലാം ചവർന്ന് എണ്ണിക്കൊണ്ട് യേശുവിനെ സ്നേഹിപ്പാൻ വരാമോ? ഈ മുള്ളുകളൊന്നും നിങ്ങൾ ഞെരുക്കാതെ
നല്ല ഫലം കായ്ക്കുന്ന നല്ല ഒന്നാം തരം കൃഷിയായി നിങ്ങൾ മാറുമോ? ദൈവത്തിന് സ്തോത്രം. 100, 60, 30 മേനിയായി വിളയുന്ന കൃഷിയായി മാറുമോ? ദൈവത്തിന് സ്തോത്രം. 100 മേനി, ചില 100 മേനിയാണ് വിളയുന്നത്, വേറെ ചിലർ 60 മേനിയാണ് വിളയുന്നത്, വേറെ ചിലർ 30 മേനിയാണ് വിളയുന്നത്. പലതരത്തിലാണ്. പക്ഷേ ദൈവത്തിന് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി നിങ്ങൾ നിൽക്കുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുമോ? കർത്താവേ, ഇത്രയും കാലം ഒന്നും ഞാൻ അറിഞ്ഞില്ല, ഞാനൊന്നും ഗ്രഹിച്ചില്ല, ഈ ലോകമേ ശരണമെന്ന് ഞാൻ വിചാരിച്ചു. ലോകത്തിൽ ബഹുമതി വേണം, എല്ലാവരുടെയും അംഗീകാരം വേണം, എല്ലാവരുടെയും ബഹുമതി വേണമെന്ന് വിചാരിച്ച് ജീവിച്ചു. കർത്താവേ, തെറ്റിപ്പോയി. എൻ്റെ കർത്താവേ, നിത്യതയിലേക്കുള്ള മുതൽക്കൂട്ട് എനിക്കുണ്ടായില്ല, നിത്യതയിലേക്കുള്ള ധനം ഞാൻ സമ്പാദിച്ചില്ല. എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരുവുമ്പാകെ ഞാൻ വന്ന് ക്രൂസിൽ വെച്ച് രക്ഷാകാതിൻ്റെ തിരുവുമ്പാകെ ഞാൻ വന്ന് വീണ് ക്രൂസിൻ ചുവട്ടിൽ വീണുകൊണ്ട് ഞാൻ യാചിക്കുന്നു. ക്രൂസിലെ സ്നേഹനിലേക്ക് ഒഴുകി വരണമേ നാഥ. ക്രൂസിലെ സ്നേഹം, ആ തിരക്തത്തിൽ കൂടി ഒഴുകി വരുന്ന സ്നേഹം എൻ്റെ ചങ്കിലേക്ക് ഊറ്റിത്തരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് ആ സ്നേഹം വരണമേ. പ്രാർത്ഥിക്കൂ നിങ്ങൾ, യേശുവിനെ ഹൃദയം തുറക്കൂ നിങ്ങൾ, പാവത്തോട് യാത്ര പറയൂ നിങ്ങൾ, ദുശ്ശീലങ്ങളെല്ലാം ഉപേക്ഷിക്കൂ നിങ്ങൾ, കർത്താവിനെ തന്നെ നാഥനായി സ്വീകരിക്കൂ. യേശുവിനെ നിങ്ങൾ ഹൃദയം തുറന്നു കൊടുക്കൂ. യേശു നിങ്ങളോട് സംസാരിക്കട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരട്ടെ. നിങ്ങളുടെ അത്ഭുതകരമായ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങൾ നടത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം തരട്ടെ. യേശു ക്രിസ്തു രണ്ടാമത്തവരിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും നാഥ നിൻ്റെ കൃപയുടെ കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും യേശുവിനെ തിരിച്ചറിയുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യ സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞാമതിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.